തിരുവനന്തപുരം. തദ്ദേശ വാർഡ് വിഭജന ബിൽ മിനിറ്റുകൾക്കുള്ളിൽ പാസാക്കി നിയമസഭ. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയാണ് ബില്ല് പാസാക്കിയത്. പ്രതിപക്ഷം സഹകരിക്കാത്തതുകൊണ്ടാണ് ബില്ല് 5 മിനിറ്റ് കൊണ്ട് പാസാക്കിയതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചിരുന്നില്ല. അതിനാൽ ഇന്ന് നിയമസഭയിൽ സർക്കാർ ഓർഡിനൻസിനെ ബില്ലാക്കി പാസാക്കുകയായിരുന്നു. അടിയന്തര പ്രമേയത്തിന് ശേഷമുള്ള പ്രതിപക്ഷ ബഹളത്തിനിടെ വെറും 5 മിനിറ്റ് കൊണ്ടാണ് ബിൽ പാസാക്കിയത്. ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും എന്നായിരുന്നു അജണ്ടയെങ്കിലും അത് ഉണ്ടായില്ല. പ്രതിപക്ഷം സഹകരിക്കാത്തതിനാലാണ് ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയതെന്ന് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. അത്യസാധാരണ ഘട്ടങ്ങളിൽ മാത്രമാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കുന്നത്. സബ്ജക്ട് കമ്മിറ്റി ചർച്ചയ്ക്ക് വിടുന്നതിന് പോലും പ്രതിപക്ഷത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നേരത്തെ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച പാസാക്കിയ ഒരു ബില്ലാണ് എന്നതായിരിക്കാം കാരണം. അത് വീണ്ടും ഒരു തവണ ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം 2020 പാസാക്കിയ അതേ കാര്യമല്ലേ. അത് ഈ പ്രക്രിയയൊക്കെ കഴിഞ്ഞിട്ടാണ് സബ്ജക്ട് കമ്മിറ്റി പോയി, സബ്ജക്ട് കമ്മിറ്റിയിൽ നിന്ന് തിരിച്ചു വന്നു, 2 തവണ സഭ ചർച്ച ചെയ്തു, അങ്ങനെ അംഗീകരിച്ചൊരു കാര്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം ഇനിയിപ്പോൾ അതൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാടിന് എത്തിച്ചേർന്നു. 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,962 വാർഡുകളാണ് നിലവിലുള്ളത്. പുതിയ ഓർഡിനൻസ് പ്രകാരം 1300 വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും വാർഡുകളുടെ എണ്ണവും വർദ്ധിക്കും. ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജിച്ച ശേഷം പരാതികൾ അതിനായി നിയോഗിച്ച കമ്മീഷൻ കേൾക്കും. അതിനുശേഷമായിരിക്കും വാർഡ് വിഭജനം പൂർത്തിയാക്കുക. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വാർഡ് വിഭജനം പൂർത്തിയാക്കാനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ വികല നയങ്ങൾ മൂലം അർഹരായവർക്ക് റേഷൻ ലഭിക്കുന്നില്ലെന്ന് മന്ത്രി GR അനിൽ. നെൽ കർഷകർക്കുള്ള താങ്ങുവില കേന്ദ്രം തടഞ്ഞുവെച്ചു. കെ റൈസിന്റെ വിതരണം